കടലമാവ് 3 സ്പൂണാണ്. ഇത് ഞാൻ കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്. അത് നിങ്ങളെ കാണിക്കാനായിട്ട് വിട്ടുപോയി, അതുകൊണ്ടാണ് വേറെ എടുത്ത് കാണിക്കുന്നത്. 3 സ്പൂൺ കടലമാവ്. ഇതിനകത്ത് കാശ്മീരി മുളക് പൊടിയാണ്. ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ, പിന്നെ ഉപ്പ്, ഇതിന് വെള്ളം ഒഴിച്ച് അധികം ലൂസാവരുത്. വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുക. ഇതാണ് ബജിക്കായ. കായ ബജിയാണ് കേട്ടോ ഉണ്ടാക്കണേ. ഇതിന് പൊന്തൻ കായ എന്നും കൂടി പറയും. ഇത് ഇതുപോലെ സ്ലൈസായിട്ട് അരിഞ്ഞെടുക്കണേ. ഇതുപോലെ ഇത് പൊടിയിൽ മുക്കി വെളിച്ചെണ്ണയിലേക്ക് ഇടാണ്. എന്നാലും ഞങ്ങൾ ചെയ്യണത് പറയണതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചും തിരിച്ചിട്ട് വേവിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ഉള്ളിലെ കായ വേവില്ല. കായ ബജി പൊരിഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്കൊരു അതിന് മുക്കി കഴിക്കാനായിട്ടൊരു ചട്നി ഉണ്ടാക്കാം. അതിന് 2 സവോളയാണ്, ഒരു ചെറിയ കഷ്ണം പുളി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മുളക് പൊടി. ഉപ്പിൻ്റെ നീരാണ് ഒഴിക്കണേ. ഒരു ടീസ്പൂണ് മുളക് പൊടിയാണ് ഇട്ടേക്കണേ കേട്ടോ. അരച്ചെടുക്കട്ടെ മിക്സിയിൽ. കായ ബജി ഞാൻ വെന്തിട്ടുണ്ട്. അത് എടുക്കാണ് കേട്ടോ, കോരി എടുക്കാണ്. അടിപൊളിയായിട്ടില്ലേന്ന് നോക്കി. നല്ല വലിയ കായായിരുന്നു. നല്ല അടിപൊളിയായിട്ടുണ്ട്. നല്ല വീർത്തിരിക്കുന്നുണ്ട്. ബജിയിലേക്കുള്ള ചട്നി അരച്ചത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. കായ ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേ നോക്കി, അടിപൊളിയായിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടാവും. എല്ലാവരും ഇത് ചെയ്ത് നോക്കാം. ചമ്മന്തിയിൽ മുക്കി ചട്നിയിൽ മുക്കി ബജി തിന്നാം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുക. അടുത്ത നല്ലൊരു റെസിപ്പിയായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.